ഹരിമോഹനിലേക്ക് കൂടി പോകുന്നു. പോറ്റിയുമായുള്ള തെളിവെടുക്കാനും പ്രത്യേക സംഘം നീങ്ങുമെന്നുള്ളതാണ്. തെളിവെടുപ്പൊക്കെ വളരെ ദുഷ്കരമായിരിക്കില്ല. കാരണം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തുണ്ട്. ശബരിമലയിൽ മോഷണം നടത്തി, സ്വർണ്ണ കൊള്ള നടത്തി എന്ന് പറയുമ്പോൾ ഭക്തവികാരമാണ് ഇപ്പോൾ വേദനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വലിയ പ്രതിഷേധം പുറത്തു തന്നെ ഉയരുകയാണ്. പോറ്റിയുമായുള്ള തെളിവെടുപ്പ് നടക്കുമെന്നും നമുക്കറിയാനാവുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പോറ്റിയുടെ മൊഴികൾ അത് ദേവസ്വം ബോർഡിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന, അല്ലെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴികളുണ്ട്. കൂടുതൽ അറസ്റ്റിലേക്കും നടപടികളിലേക്കും കടക്കുന്ന സൂചനകൾ തന്നെയല്ലേ ഹരിമോഹൻ? സ്മൃതി, തീർച്ചയായിട്ടും രണ്ട് പ്രധാനപ്പെട്ട കടമ്പകളാണ് ഈ കസ്റ്റഡിയിലിരിക്കെ ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. 14 ദിവസത്തേക്ക് കസ്റ്റഡി ലഭിച്ചിരിക്കുകയാണ്. ആ 14 ദിവസത്തിനുള്ളിൽ പരമാവധി വിശദമായി ചോദ്യം ചെയ്യുക ഒന്ന്. രണ്ടാമത്തെ കാര്യം തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് തന്നെയാണ്. തെളിവെടുപ്പ് എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രമല്ല നടത്തേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ടും നടത്തേണ്ടത് കേരളത്തിന് വെളിയിലാണെന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു കടമ്പയായിട്ട് നിൽക്കുന്നത്. അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അത്തരത്തിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. രണ്ട്, ഹൈദരാബാദിലെ ഈ സ്വർണ്ണമുരുക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്തിയിട്ടുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ബാംഗ്ലൂരിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൂടാതെയാണ് സന്നിധാനത്തടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകേണ്ട സാഹചര്യം കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇതെല്ലാം 14 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ പറയുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ കൂടി അന്വേഷണ സംഘത്തിന് ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെയും ഈ മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി കസ്റ്റഡിയിലുള്ള സമയമാകുമ്പോൾ ഇവരെ ഒരുമിച്ചിരുത്തി, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്താൽ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം അങ്ങനെയാകുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെട്ടേക്കാം. അവരെ മാറ്റി ഇരുത്തിയും പ്രത്യേകമായും അതുപോലെ തന്നെ ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യേണ്ടി വരും. അതുകൂടാതെ ഒരുപക്ഷെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഈ കാലയളവിൽ ചോദ്യം ചെയ്യലിനായി വിളിക്കേണ്ട ഒരു നിലയുണ്ടാകും. കാരണം പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊടുത്തുവിട്ടു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കൽപേഷ് ഡേയിൽ സ്വർണം കൊടുത്തുവിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കാൻ വേണ്ടി ഇവരെ ഒരുമിച്ചിരുത്തേണ്ടി വരും. ഇത്തരത്തിൽ ഒരുപാട് കടമ്പകൾ ഈ വരുന്ന 14 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ തെളിവെടുപ്പും ഉണ്ടാകും. ആ തെളിവെടുപ്പ് കേരളത്തിൽ മാത്രമായിരിക്കില്ലല്ലോ. സ്വർണം കൊണ്ട് നേരെ പോയത് ഹൈദരാബാദിലേക്കാണ്, അതിനുശേഷം ബംഗളൂരുവിലേക്കാണ്. അപ്പോൾ അവിടെയൊക്കെ തെളിവെടുപ്പുണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. പോറ്റിയുമായി ഇനി SIT എവിടെയൊക്കെ പോകാനിരിക്കുന്നു എന്നതും പ്രധാനമാണ്. ഏതായാലും കോടതിക്കകത്ത് ഇപ്പോൾ അഭിഭാഷകരുമായി സംസാരിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നു പോറ്റിക്ക്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 30-ാം തീയതി വരെ വിട്ടുകൊടുത്തിരിക്കുന്ന പോറ്റിയുമായി SIT ഇപ്പോൾ തന്നെ കോടതിക്ക് പുറത്തേക്ക് വരും. അതിനായി മാധ്യമ സംഘം അവിടെ കാത്തിരിക്കുന്നു.